എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഏത് അവയവം നിരീക്ഷിക്കാനാണ് ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിക്കുന്നത്? ഏത് അവയവം നിരീക്ഷിക്കാനാണ് ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ കണ്ണ്. കണ്ണ് നിരീക്ഷിക്കാനാണ് ഒഫ്താൽമോസ്കോപ്പ് എന്ന ഉപകരണം ഉപയോഗിക്കുന്നത്. ആൻറ്റിസെപ്റ്റിക്കായി ഉപയോഗിക്കുന്ന ആസിഡ്. തന്നിരിക്കുന്നവയിൽ ആൻറ്റിസെപ്റ്റിക് ആയി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ സി ബോറിക് ആസിഡ്. ബോറിക് ആസിഡാണ് ആൻറ്റിസെപ്റ്റിക്കായി ഉപയോഗിക്കുന്ന ആസിഡ്. നിക്കോബാർ ദ്വീപിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിദേശ രാജ്യം ഏതാണ്? തന്നിരിക്കുന്നവയിൽ നിക്കോബാർ ദ്വീപിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിദേശ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ് തന്നിരിക്കുന്നവയിൽ നിക്കോബാർ ദ്വീപിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിദേശ രാജ്യം. ഇന്ത്യയിൽ ആദ്യത്തെ ക്യാഷ്ലെസ് ദ്വീപ്. ഇന്ത്യയിൽ ആദ്യത്തെ ക്യാഷ്ലെസ് ദ്വീപ് ഏതാണ്? ഓപ്ഷൻ ഡി കരാങ്. കരാങ് ദ്വീപാണ് ഇന്ത്യയിൽ ആദ്യത്തെ ക്യാഷ്ലെസ് ദ്വീപ്. ദേശീയപാതകളിലെ ക്രോസിങ്ങുകളിൽ പാലം നിർമ്മിക്കാനുള്ള സംരംഭം ഏതാണ്? ദേശീയപാതകളിലെ ക്രോസിങ്ങുകളിൽ പാലം നിർമ്മിക്കാനുള്ള സംരംഭത്തിൻ്റെ പേര്? ഓപ്ഷൻ സി സേതുഭാരതം. സേതുഭാരതം പദ്ധതിയാണ് ദേശീയപാതകളിലെ ക്രോസിങ്ങുകളിൽ പാലം നിർമ്മിക്കാനുള്ള സംരംഭം. അന്താരാഷ്ട്ര മനസാക്ഷി ദിനം, ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോൺഷ്യൻസ് ആയി ആചരിക്കുന്ന ദിവസം ഏതാണ്? അന്താരാഷ്ട്ര മനസാക്ഷി ദിനം, ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോൺഷ്യൻസ് ആയി ആചരിക്കുന്ന ദിവസം? ഓപ്ഷൻ എ ഏപ്രിൽ 5. ഏപ്രിൽ 5 അന്താരാഷ്ട്ര മനസാക്ഷി ദിനം, ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോൺഷ്യൻസ് ആയി ആചരിക്കുന്ന ദിവസം. മനുഷ്യനിർമ്മിത കനാലായ പാർവതി പുത്തനാറ് ഏത് ജില്ലയിലാണ്? മനുഷ്യനിർമ്മിത കനാലായ പാർവതി പുത്തനാറ് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് മനുഷ്യനിർമ്മിത കനാലായ പാർവതി പുത്തനാറ് സ്ഥിതി ചെയ്യുന്നത്. റിഹാന്ത് വിവിധോദ്ദേശ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? റിഹാന്ത് വിവിധോദ്ദേശ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് റിഹാന്ത് വിവിധോദ്ദേശ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കാച്ചാർ ലെവി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ട സായുധ സേനാ വിഭാഗം ഏതാണ്? തന്നിരിക്കുന്നവയിൽ കാച്ചാർ ലെവി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ട സായുധ സേനാ വിഭാഗം ഏതാണ്? ഓപ്ഷൻ സി അസം റൈഫിൾസ്. അസം റൈഫിൾസ് ആണ് കാച്ചാർ ലെവി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന സായുധ സേനാ വിഭാഗം. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ. തന്നിരിക്കുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഓപ്ഷൻ സി റെറ്റിനോൾ. റെറ്റിനോളാണ് തന്നിരിക്കുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ. റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ എ, കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഡി, ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഇ, ഫിനോക്വിനൻ അല്ലെങ്കിൽ മെനാക്വിനോൺ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. താഴെ പറയുന്നവയിൽ എപ്പിഫൈറ്റിന് ഉദാഹരണം ഏതാണ്? തന്നിരിക്കുന്നവയിൽ എപ്പിഫൈറ്റിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ മരവാഴ. തന്നിരിക്കുന്നവയിൽ മരവാഴയാണ് എപ്പിഫൈറ്റിന് ഉദാഹരണം. ദഹിങ് പഡ്കായ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ദഹിങ് പഡ്കായ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി അസം. അസാമിലാണ് ദഹിങ് പഡ്കായ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഡൈത്തൽ കാർമബാസൈൻ DEC എന്ന പ്രതിരോധ ഔഷധം ഏത് രോഗത്തിനെതിരെയാണ് ഉപയോഗിക്കുന്നത്? ഡൈത്തൽ കാർമബാസൈൻ DEC എന്ന പ്രതിരോധ ഔഷധം ഏത് രോഗത്തിനെതിരെയാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി മന്ത്. ഡൈത്തൽ കാർമബാസൈൻ DEC എന്ന പ്രതിരോധ ഔഷധം ഉപയോഗിക്കുന്നത് മന്തിന് എതിരെയാണ്. നാം സാക്ഷ്യപ്പെടുത്തുക, ടു സർട്ടിഫൈ എന്ന അർത്ഥം വരുന്ന റിട്ട്
നാം സാക്ഷ്യപ്പെടുത്തുക. ടു സർട്ടിഫൈ എന്ന അർത്ഥം വരുന്ന റിട്ട് തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി സെർഷിയോററി. തന്നിരിക്കുന്നവയിൽ സെർഷിയോററി എന്ന റിട്ടാണ് നാം സാക്ഷ്യപ്പെടുത്തുക. ടു സർട്ടിഫൈ എന്നർത്ഥം വരുന്ന റിട്ട്. 1946 നാവിക കലാപം നടന്ന സ്ഥലം ഏതാണ്? തന്നിരിക്കുന്നവയിൽ 1946 നാവിക കലാപം നടന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി മുംബൈ. മുംബൈ ആണ് തന്നിരിക്കുന്നവയിൽ 1946 നാവിക കലാപം നടന്ന സ്ഥലം. അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനം. അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി ലക്നൗ. ലക്നൌവിലാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനം. കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷവസ്തു. കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷവസ്തു തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി അമോണിയ. അമോണിയയാണ് തന്നിരിക്കുന്നവയിൽ കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിഷവസ്തു. ഭയക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഭയക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ. ഓപ്ഷൻ ബി അഡ്രിനാലിൻ. അഡ്രിനാലിനാണ് ഭയക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോൺ. ഏതിൻ്റെ മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ്? ഏതിൻ്റെ മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ്? ഓപ്ഷൻ സി പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റിൻ്റെ മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ്. പേശീചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? പേശീചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഓപ്ഷൻ ഡി സെറിബെല്ലം. സെറിബെല്ലമാണ് പേശീചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ഒരു വസ്തുവും കണ്ണും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര സെൻറ്റിമീറ്ററാണ്? വ്യക്തമായ ഒരു കാഴ്ച ലഭിക്കുന്നതിന് ഒരു വസ്തുവും കണ്ണും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര സെൻറ്റിമീറ്റർ ആണ്? ഓപ്ഷൻ ബി 25 സെൻറ്റിമീറ്റർ. വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ഒരു വസ്തുവും കണ്ണും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്റർ ആണ്. ചുവന്ന രക്താണുക്കൾ അരിവാളിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖം. ചുവന്ന രക്താണുക്കൾ അരിവാളിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖം. ഓപ്ഷൻ ബി സിക്കിൾ സെൽ അനീമിയ. ചുവന്ന രക്താണുക്കൾ അരിവാളിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖമാണ് സിക്കിൾ സെൽ അനീമിയ. ഗൾസ് രോഗം എന്നറിയപ്പെടുന്നത്. ഗൾസ് രോഗം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി മിക്സഡിമ. മിക്സഡിമയാണ് തന്നിരിക്കുന്നവയിൽ ഗൾസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം. ഹൈപ്പോകലീമിയ ഏതിൻ്റെ അപര്യാപ്തതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൈപ്പോകലീമിയ ഏതിൻ്റെ അപര്യാപ്തതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പൊട്ടാസ്യം. ഹൈപ്പോകലീമിയ പൊട്ടാസ്യത്തിൻ്റെ അപര്യാപ്തതയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ജലദോഷത്തിന് കാരണമായ വൈറസ്. ജലദോഷത്തിന് കാരണമായ വൈറസ് തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ എ റൈനോ വൈറസ്. റൈനോ വൈറസുകളാണ് ജലദോഷത്തിന് കാരണമായ വൈറസ്. കുമിൾ നാശിനിയായി ഉപയോഗിക്കുന്ന രാസവസ്തു തന്നിരിക്കുന്നവയിൽ കുമിൾ നാശിനിയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഓപ്ഷൻ സി കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് ആണ് തന്നിരിക്കുന്നവയിൽ കുമിൾ നാശിനിയായി ഉപയോഗിക്കുന്ന രാസവസ്തു. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മൂലകം തന്നിരിക്കുന്നവയിൽ മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ ബി മഗ്നീഷ്യം. തന്നിരിക്കുന്നവയിൽ മഗ്നീഷ്യമാണ് മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മൂലകം. മാർഷ് ടെസ്റ്റ് ഏതിൻ്റെ സാന്നിധ്യമാണ് നിർണ്ണയിക്കുന്നത്? മാർഷ് ടെസ്റ്റ് ഏതിൻ്റെ സാന്നിധ്യമാണ് നിർണ്ണയിക്കുന്നത്? ഓപ്ഷൻ ബി ആഴ്സനിക്. മാർഷ് ടെസ്റ്റ് ആഴ്സനിക്കിൻ്റെ സാന്നിധ്യമാണ് നിർണ്ണയിക്കുന്നത്. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം ഏതാണ്? ഓപ്ഷൻ ബി സെല്ലുലോസ്. സെല്ലുലോസ് ആണ് തന്നിരിക്കുന്നവയിൽ പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം.
ഒരു ലോഹത്തിൻ്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നത്. ഒരു ലോഹത്തിൻ്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നത് ഓപ്ഷൻ എ ഇലക്ട്രോണുകൾ. ഒരു ലോഹത്തിൻ്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നത് അതിൻ്റെ ഇലക്ട്രോണുകൾ ആണ്. ചൊവ്വയിലെ ചുവപ്പ് നിറത്തിന് കാരണം. ചൊവ്വയിലെ ചുവപ്പ് നിറത്തിന് കാരണം ഓപ്ഷൻ ബി ഫെറിക് ഓക്സൈഡ്. ഫെറിക് ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് ചൊവ്വയിലെ ചുവപ്പ് നിറത്തിനൊരു കാരണം. പെട്ടെന്ന് ഊർജം ലഭിക്കുന്നതിന് കായിക താരങ്ങൾ ഉപയോഗിക്കുന്നത്. തന്നിരിക്കുന്നവയിൽ പെട്ടെന്ന് ഊർജം ലഭിക്കുന്നതിന് കായിക താരങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി കാർബോഹൈഡ്രേറ്റുകൾ. കാർബോഹൈഡ്രേറ്റുകളാണ് പെട്ടെന്ന് ഊർജം ലഭിക്കാൻ കായിക താരങ്ങൾ ഉപയോഗിക്കുന്നത്. വാഹന പുക പരിശോധനാ കേന്ദ്രങ്ങളിൽ ഏതു വാതകത്തിൻ്റെ സാന്നിധ്യമാണ് പരിശോധിക്കുന്നത്? തന്നിരിക്കുന്നവയിൽ വാഹന പുക പരിശോധനാ കേന്ദ്രങ്ങളിൽ ഏതു വാതകത്തിൻ്റെ സാന്നിധ്യമാണ് പരിശോധിക്കുന്നത്? ഓപ്ഷൻ സി കാർബൺ മോണോക്സൈഡ്. വാഹന പുക പരിശോധനാ കേന്ദ്രങ്ങളിൽ പരിശോധിക്കുന്ന ഒരു വാതകമാണ് കാർബൺ മോണോക്സൈഡ്. ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു. തന്നിരിക്കുന്നവയിൽ ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഓപ്ഷൻ സി ഫിറമോൺ. തന്നിരിക്കുന്നവയിൽ ഫിറമോൺ ആണ് ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു. ഏത് അവയവത്തെ ബാധിക്കുന്ന ക്യാൻസറാണ് കാർഡിനോമ? ഏത് അവയവത്തെ ബാധിക്കുന്ന ക്യാൻസറാണ് കാർഡിനോമ? ഓപ്ഷൻ എ ത്വക്ക്. ത്വക്കിനെ ബാധിക്കുന്ന ക്യാൻസറാണ് കാർഡിനോമ. ഏറ്റവും വലിയ കരളുള്ള ജീവി. തന്നിരിക്കുന്നവയിൽ ഏറ്റവും കരൾ ഉള്ള ജീവി ഓപ്ഷൻ എ നീലത്തിമിംഗലം. നീലത്തിമിംഗലമാണ് തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ കരളുള്ള ജീവി. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം. ബ്രേക്ക് ബോൺ ഫീവർ എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ഓപ്ഷൻ സി ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. ആദ്യമായി മനുഷ്യഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ആദ്യമായി മനുഷ്യഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തി ഓപ്ഷൻ ബി ക്രിസ്റ്റ്യൻ ബെർണാഡ്. ക്രിസ്റ്റ്യൻ ബെർണാഡ് ആയിരുന്നു ആദ്യമായി മനുഷ്യഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. എവിടെ വളരുന്ന സസ്യങ്ങളാണ് ഹൈഡ്രോഫൈറ്റുകൾ? എവിടെ വളരുന്ന സസ്യങ്ങളാണ് ഹൈഡ്രോഫൈറ്റുകൾ? ഓപ്ഷൻ ഡി ജലം. ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ഹൈഡ്രോഫൈറ്റുകൾ. ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു. ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? ഓപ്ഷൻ എ കാരോട്ടിൻ. കാരോട്ടിനാണ് ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു. തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ന്റെ ഉപജ്ഞാതാവ് ആരാണ്? തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഉപജ്ഞാതാവ് ഓപ്ഷൻ എ ലാമാർക്ക്. ലാമാർക്കാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഉപജ്ഞാതാവ്. സ്വാഭാവിക അയഡിന്റെ ഉറവിടമായ സസ്യം. തന്നിരിക്കുന്നവയിൽ സ്വാഭാവിക അയഡിന്റെ ഉറവിടമായ സസ്യം ഏതാണ്? ഓപ്ഷൻ ബി സീവീഡ്. കടൽപ്പായൽ. സീവീഡാണ് തന്നിരിക്കുന്നവയിൽ സ്വാഭാവിക അയഡിന്റെ ഉറവിടമായ സസ്യം. ഓർഗാനിക് ഫാമിങ്ങിന്റെ പിതാവ് ആരാണ്? ഓർഗാനിക് ഫാമിങ്ങിന്റെ പിതാവ് ഓപ്ഷൻ ഡി ആൽബർട്ട് ഹൊവാർഡ്. ആൽബർട്ട് ഹൊവാർഡാണ് ഓർഗാനിക് ഫാമിങ്ങിന്റെ പിതാവ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സസ്യ ഹോർമോൺ അല്ലാത്തത്. തന്നിരിക്കുന്നവയിൽ സസ്യ ഹോർമോൺ അല്ലാത്തത് ഓപ്ഷൻ ഡി ഇൻസുലിൻ. ഇൻസുലിനാണ് തന്നിരിക്കുന്നവയിൽ സസ്യ ഹോർമോൺ അല്ലാത്തത്. ഏറ്റവും സാവധാനത്തിൽ വളരുന്ന സസ്യം. ഏറ്റവും സാവധാനത്തിൽ വളരുന്ന സസ്യം ഏതാണ്? ഓപ്ഷൻ സി സാഗുവാരോ. കള്ളിച്ചെടിയിനമായ സാഗുവാരയാണ് ഏറ്റവും സാവധാനത്തിൽ വളരുന്ന സസ്യം. എന്തു കാരണമാണ് മഗ്നീഷ്യം സസ്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമായത്?
എന്ത് കാരണമാണ് മഗ്നീഷ്യം സസ്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമായത്? ഓപ്ഷൻ ബി, ക്ലോറോഫിലിൻ്റെ രൂപവൽക്കരണത്തിന് സഹായകം. മഗ്നീഷ്യം സസ്യങ്ങൾക്ക് ക്ലോറോഫിലിൻ്റെ രൂപവൽക്കരണത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. ബ്രിട്ടീഷ് പാർലമെന്റിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ബ്രിട്ടീഷ് പാർലമെന്റിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ ബി, ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ആയിരുന്നു ബ്രിട്ടീഷ് പാർലമെന്റിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഭരണാധികാരി ആര്? ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ ബി, ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ ആയിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഭരണാധികാരി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ ബംഗാളി നോവൽ ഏത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ ബംഗാളി നോവൽ ഏതായിരുന്നു? ഓപ്ഷൻ എ, ദുർഗേഷ് നന്ദിനി. ദുർഗേഷ് നന്ദിനി ആയിരുന്നു ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ ബംഗാളി നോവൽ. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? തന്നിരിക്കുന്നവയിൽ ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി? ഓപ്ഷൻ സി, ദാമോദർ. തന്നിരിക്കുന്നവയിൽ ദാമോദർ നദിയാണ് ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.